Okay. Hi, Su. Hi, friends. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാഗ്നറ്റിസം ഇൻ മാറ്റർ പഠിച്ചു തുടങ്ങി അല്ലേ? അവിടെ നമ്മൾ കുളംസ് ലോ പോലെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസ് ലോ പോലെ കുളംസ് ലോ ഇൻ മാഗ്നറ്റിസം പഠിച്ചു. ഫോഴ്സ് ബിറ്റ്വീൻ ടു പോൾസ്, μ0/4π P1 P2/r². ഇനി നമ്മളൊരു ടേം പഠിക്കാൻ പോവാ. ശരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ടേമാണത്. അതിന് പല പേരുണ്ട്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാറുണ്ട്, പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഒരേ ആളാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ബി എന്ന് പറയുന്ന ആള്. ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച ഓർമ്മയുണ്ട് നിങ്ങൾ? ഓർമ്മയുണ്ടോ പഠിച്ച്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് അല്ലേ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയാണ് പഠിച്ചത്. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു പോൾ ഉണ്ടെന്ന് കരുതുക, ഒരു പോൾ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പോൾ ഉണ്ടാവുക എന്നല്ലേ സാറ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു? അങ്ങനെ വിചാരിക്കുക. ഓക്കെ, അതാണ് പോൾ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആർ അവേ ഫ്രം ദി പോൾ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റിടത്ത് ചെയ്ത പോലെ തന്നെയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചതുപോലെ ഇവിടെ നിങ്ങളൊരു യൂണിറ്റ് നോർത്ത് പോളിന് വെക്കണം. ആരെ വെക്കണം? യൂണിറ്റ് നോർത്ത് പോളിന് വെക്കണം. എന്നിട്ട് ഇത് അവൻ്റെ മുകളിൽ ഉണ്ടാക്കണ ഫോഴ്സ് കാണണം. എന്തായിരിക്കും ആ ഫോഴ്സ്? F = μ0/4π P1 P2/r² എന്നല്ലേ പഠിച്ചേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π. നമ്മളപ്പോൾ എത്രയാ? P. അതെത്രയാ? യൂണിറ്റ് ആണ്, 1/r². ഇപ്പൊ നമുക്ക് എന്താ കിട്ടി? μ0/4π P/r². ഓക്കെ, ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് എ പോയിന്റ് near a pole is defined as the force experienced on a unit north pole placed at that point. Okay, ഇനി വേറൊരു പരിപാടിയുണ്ട്. എന്താണ് ആ പരിപാടി? നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് പോൾ ഉണ്ട്. ഇങ്ങനെയും പറയാം, കാര്യമുള്ള കാര്യമൊന്നുമില്ല. വലിയ പി ആയിക്കോട്ടെ, വലിയ പി, ഒരു സോഴ്സ് പോൾ. നമ്മളിവിടെ ഒരു ടെസ്റ്റ് പോളിന് വെക്കുക, സ്മോൾ പി. ടെസ്റ്റ് നോർത്ത് പോളിന് വയ്ക്കാം. ടെസ്റ്റ് നോർത്ത് പോൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവന്റെ മുകളിലെ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ഒന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ പി വെച്ചിട്ട് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഫോഴ്സ് എത്രയാണ് കിട്ടുക? ഫോഴ്സ് ഈക്വൽ ടു μ0/4π ഇൻറ്റു സോഴ്സ് പോൾ ഇൻറ്റു ടെസ്റ്റ് പോൾ r². ഇങ്ങനെ എഴുതാം. ഇനി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോൾ. അപ്പോൾ ഫോഴ്സിനെ പോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 1/p ഇൻറ്റു μ0/4π P/r². അപ്പോൾ ഇവിടുത്തെ സ്മോൾ പി ആയിട്ട് വെട്ടി. സോ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈക്വൽ ടു μ0/4π ഇൻറ്റു ക്യാപിറ്റൽ P/r². അതേ സാധനം രണ്ട് തരത്തിൽ ചെയ്തു. ഒന്ന് യൂണിറ്റ് പോൾ തന്നെ വെച്ച് ഫോഴ്സ് കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മളൊരു ടെസ്റ്റ് പോളിനെ വെച്ചു, എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിച്ചു, എന്നിട്ട് ആ ടെസ്റ്റ് പോൾ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ് ഓഫ് ബി? ബി എന്താന്നാ പഠിച്ച്? ഫോഴ്സ് പെർ യൂണിറ്റ് പോൾ. ഫോഴ്സ് പെർ യൂണിറ്റ് പോൾ, ഇതാണ് ബി അല്ലേ? അപ്പൊ എന്താ ഫോഴ്സ്? N/Ampere meter. ഓർ അതാണ് നമ്മൾ പറയുന്ന ടെസ്ല. ടെസ്ല എന്ന് പറയുന്ന യൂണിറ്റ് അതാണ്.
അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ടെസ്റ്റിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു നോർത്ത് പോളിനെയാണ് ടെസ്റ്റ് പോൾ എന്ന് വിചാരിക്കുക, അല്ല സോഴ്സ് പോൾ. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ കാരണം ഒരു പോയിന്റിൽ നിന്നും ഫീൽഡ് എങ്ങോട്ടേക്ക് ഉണ്ടാവുക? എവേ. വൈ? നോർത്ത് പോൾ ഇവിടെ വെച്ച ഒരു നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക. ഇനി സൗത്ത് പോളാണുള്ളതെങ്കിലോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു നോർത്ത് പോളിനെ വെക്കണം, യൂണിറ്റ് +1 നോർത്തിന് വെക്കണം. ഇവിടെ അല്ലെങ്കിൽ 1 നോർത്തിന് വെക്കണം, യൂണിറ്റ് നോർത്ത് പോളിനെ വെക്കണം. ഇവിടെ ഒരു യൂണിറ്റ് നോർത്ത് പോൾ. സൗത്ത് പോൾ എന്ത് ചെയ്യും? നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതും എഴുതി വയ്ക്കണം. If the source pole, if the source pole is a north pole, the magnetic induction is away from the north pole along the line joining pole and the point. Okay? And if the source pole is a south pole, if the source pole is a south pole, the magnetic induction is towards the south pole, along the line joining pole and the point. പോളിനെയും പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ലൈനിലൂടെ അത് പോളിലേക്കാണ്. സൗത്ത് ആണെങ്കിൽ, നോർത്ത് ആണെങ്കിൽ എവേ. ജസ്റ്റ് ലൈക്ക് നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ്, നെഗറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്കാണ്. അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പോസിറ്റീവ് ചാർജിന് സമമാണ് മാഗ്നറ്റിസത്തിലെ നോർത്ത് പോൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നെഗറ്റീവ് ചാർജ് പോലെയാണ് മാഗ്നറ്റിസത്തിലെ സൗത്ത് പോൾ. ഓക്കെ? അവിടെ മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പഠിച്ച ഓർമ്മയില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ദ ഇമാജിനറി ലൈൻ ഡ്രോൺ അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. അതേപോലെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അത് എഴുതി വെച്ചോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ദി ഇമാജിനറി ലൈൻ drawn along which a unit magnetic north pole will move if it is free to do so. Okay? ഇനി നമുക്കൊന്ന് നോക്കാം. സൈഡ് എഴുതിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോൾ. സംഭവം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. നമ്മളെന്താ പഠിച്ച? പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ പോയി അവസാനിക്കും എന്നൊക്കെ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് അങ്ങനെ ആരംഭവും അവസാനമൊന്നുമില്ല. അത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്തിൽ നിന്നും പുറത്തേക്ക് പോകും, എന്നിട്ടത് സൗത്തിൽ പോകും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഇൻസൈഡ് ദ മാഗ്നറ്റ് അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വരും. എന്ന് വെച്ചാൽ അതെന്താവും? ക്ലോസ്ഡ് ലൂപ്പ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തില്ല, തുടക്കവും ഒടുക്കമൊന്നുമില്ല. കണ്ടില്ലേ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോയി, ഇൻസൈഡ് ദ മാഗ്നറ്റ് അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വരും. അപ്പോൾ നോർത്തിൽ നിന്നത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് പുറത്തേക്കാണ്, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് അത് സൗത്തിലേക്കാണ്, പിന്നെ ഇൻസൈഡ് ദ മാഗ്നറ്റ് അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഓക്കെ? ഇത്രയേ ഉള്ളൂ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഒന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തരും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഒന്നാമത്തെ എഴുതിക്കോളൂ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. ഇനിയോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. മറ്റടുത്ത് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ് എന്ത് തരിക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരിക. അപ്പോൾ എഴുതി വെച്ചോളൂ. The tangent drawn at a point in magnetic field line
gives the direction of magnetic field. Okay? പിന്നെ മറ്റടുത്ത് പഠിച്ചിരുന്നു രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. അതേ സാധനം ഇവിടെയും പോസിബിൾ ആണ്. Two magnetic field lines will never intersect. ഇനി ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് എഴുതി വെച്ചോളൂ. Electric field lines originate from positive charge and terminate in negative charge. But magnetic field lines forms closed loop. Outside the magnet, it flows from north to south, while inside the magnet, it flows from south to north. Okay? ഇത്രയേ ഉള്ളൂ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് സോഴ്സും നമുക്ക് പഠിക്കാനുള്ളത്. ഉഷാറായിട്ട് പഠിക്കട്ടാ. ഓൾ ദ ബെസ്റ്റ്. നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതുക, നല്ല ഫോളോ അപ്പ് ഉണ്ടാവുക, മിട്ടുക്കം വരാവുക. See you.